ഹലോ ഗൈസ്, നമ്മളിന്ന് കടകര പോകുന്നതാണ്. മഴയാണ്, അപ്പോൾ അതുകൊണ്ട് കുടയെല്ലാം ചൂടിയിട്ടാണ് പോകുന്നു. കുറച്ച് സാധനം വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം വാങ്ങിയിട്ട് വരാം. അപ്പോൾ നമുക്ക് പോകാം. ഹലോ ഗൈസ്, നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കുറേ വണ്ടിയെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. മഴ കാരണം കുടയും ചൂടിയിട്ട് പോകണം, ഇല്ലെങ്കിൽ പോകാൻ പറ്റില്ല. നമുക്ക് കുട ചൂടിപ്പോന്നാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും ഇഞ്ചിക്കുട്ടിയുണ്ട്, രണ്ടാളും കൂടിയാണ് പോകുന്ന ഒറ്റക്കല്ല. മഴയത്ത് പിന്നെ ഒരു രസമാണ് ഇങ്ങനെ നടക്കാനുണ്ട്. അപ്പോൾ നല്ല മഴയാകുമ്പോൾ നടക്കാനൊരു രസം ഉണ്ടാവുകയില്ല. ഇപ്പം ചെറിയ തോതിലുണ്ട്, രാവിലെ നല്ല മഴ പെയ്തു. ഇപ്പം ചെറിയ തോതിൽ കുഞ്ഞിരിക്കുന്നത് ആയിട്ടില്ല. വണ്ടിയെല്ലാം പോട്ടെ. പകുതി നോക്കണേ. നടന്നു പോകുമ്പോൾ അങ്ങനെയുണ്ട് ഒരു പ്രശ്നം, വഴുക്കൽ. ഇന്നലെ പെയ്ത മഴയാണ്, പക്ഷേ കാണുമ്പോൾ കൂടിയെല്ലാം നല്ല വഴുക്കലുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലേ? ഇന്നലെ പരസ്യം 3 എണ്ണം പിടിക്കും. റോഡിൻ്റെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊന്നും വെള്ളമാണല്ലോ റോഡിൽ ഇവിടെ അങ്ങോട്ട് വാർക്കുന്നുണ്ട്. ഇതേ കുഴപ്പമില്ല, ഇത് വാർക്കുന്നുണ്ട്. വാർക്കുന്നതിന് പലകയെല്ലാം ഇരിക്കുന്നു. കുറച്ച് വാഴത്തോട്ടമുണ്ട് ഗൈസ്, നല്ല അടിപൊളി നേന്ത്രവാഴയുടെ തോട്ടം. നല്ല രസമില്ലേ കാണാൻ? നമ്മളെ തോടാന്ന് കഴിച്ചത്. തോട്ടിൽ കുറേശ്ശേ വെള്ളമുള്ളൂ. മഴ നല്ലോണം പെയ്ത് കഴിഞ്ഞാൽ നല്ലോണം വെള്ളമുണ്ടാകും. ഇങ്ങോട്ടേക്ക് മര്യാദയ്ക്ക് വന്ന് നിന്നിട്ട് പോവാം. റോഡിന് വീതി കൂട്ടിയോണ്ട് കളിക്കാനുള്ള കോർട്ടിൽ നോക്കിയിട്ടുണ്ടല്ലോ. കണ്ടില്ല, കളിക്കാനുള്ള കോർട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിത് ടൗണിലെത്തിയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വാങ്ങാമെന്ന് വിചാരിച്ച് ചിക്കൻ സ്റ്റാളിൻ്റെ മുന്നിലെത്തി. അപ്പോൾ അയാൾ എവിടേക്കോ അങ്ങോട്ട് പോയിട്ടെങ്ങാനാണുള്ളത്. അപ്പോൾ നമ്മളെ ടൗണിലാണ്, ബസ്സെല്ലാം വന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അയാൾ വന്നിട്ട് വേണം ഇനി നമുക്കിത് വാങ്ങാം. ഇതുവരെയും നമ്മൾ വെയിറ്റിങ്ങിലാണ്. മലബാർ ചിക്കൻ സ്റ്റാൾ അതിനകത്ത് ലോബി. ഓരോ പൂച്ചേൻ്റെ ഓരോ പേരാണ് ദൈവങ്ങളെ. എനിക്കിതൊന്നും കാണാനും കേൾക്കാനും പറയാം. പൂച്ചേൻ്റെ പേരാണ് ഗൈസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലില്ലി, ലില്ലൻ, ലില്ലൻ, ലുല്ലൻ. ഇത് ഇല്ലാന്നൊന്നും പറയാത്ത നല്ല കാലം. ലില്ലി ലില്ലനാ പോലും നമ്മൾ ഇല്ലാന്ന്. അയ്യോ, എനക്കൊന്നും അറിയില്ലപ്പ. എന്തോ ലില്ല ലുല്ല എന്നെല്ലാം പറയുന്നുണ്ടോ വല്ലപ്പോൾ പറയുന്നില്ല. ഞാനങ്ങോട്ടൊന്നും പറയുന്നില്ലപ്പ. എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ പിന്നെ അധികം അതിനോട് മത്സരിക്കാൻ നിൽക്കുന്നില്ല ഗൈസ്. അപ്പം ഞാനിങ്ങനെ നമ്മൾ തിരിച്ചു വരുന്നതാണ് ഗൈസ്.
നമ്മൾ പോയി നമ്മളൊരു ചിക്കനെല്ലാം വാങ്ങി ചിക്കൻ കാണുന്നേരം ചിക്കൻ വെട്ടുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അഥവാ ഞാൻ അങ്ങനത്തെ എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പണി കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് അതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ അവർ ചെയ്യുന്ന ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. ഞാൻ അങ്ങനത്തെ പണിക്കൊന്നും നിന്നിട്ടില്ല. അതൊന്നും ഞാൻ അതുകൊണ്ട് വീഡിയോ പിടിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ പരിപാടികളെല്ലാം വേണ്ടാന്ന് വെച്ച് റോഡിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് വീതി കൂട്ടുന്നത് അല്ല. ഇങ്ങനെയാണിപ്പോൾ വീതി കൂട്ടിയിട്ടുള്ളത്. ഇത്രയും വീതി വെച്ചു അവിടെ ഇങ്ങോട്ട് വരുന്ന സ്ഥലത്താണ് ഇത്രയും വീതിയുള്ളത്. ഇപ്പം മഴ ചെറുങ്ങനെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ കുട ചൂടിയിട്ടില്ല. മഴക്ക് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ അടുത്ത് തന്നെ വീണ്ടും പെയ്യുന്നതായിരിക്കും. പെയ്യില്ല എന്നൊന്നും പറഞ്ഞില്ല. തോട് കണ്ടോളൂ, നമ്മുടെ തോട് കണ്ടോളൂ. വാഴയൊക്കെ ഇന്നലത്തെ കാറ്റിനെല്ലാം പൊരിഞ്ഞ് വീണിട്ടാണ്. വാഴകളും കപ്പകളും എല്ലാം ഉണ്ട് ഇവിടെ. കൃഷി വാഴത്തോട്ടം. ഇത് വേറൊരു റോഡാണ് അങ്ങോട്ടേക്കുള്ള. ടൗണിൽ നിന്ന് മാറിയിട്ടില്ല ഒരു റോഡ്. കണ്ട റൂം, വാടകയ്ക്കുള്ള റൂം. കപ്പ കൃഷിയാണ് ഈ കാണുന്നത്. കപ്പ കൃഷി. മൃദംഗക്കുറ്റി ഉണ്ടാക്കി കൊടുക്കുന്നു. മൃദംഗക്കുറ്റി കുറിന്ന് തന്നെയാണ് അതിൽ കണ്ട. കുറ്റി എന്നുള്ള ഇറ്റ മാറ്റിക്കണം അല്ലേ? അതെന്ത് സാധനം നമുക്കൊന്നും അറിയില്ല. എന്താണെന്നറിയില്ല. അതിനെ പറ്റിയിട്ട് വലിയ ഇതില്ല. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഓരോന്നും പറയുന്നു. അപ്പോൾ കേസ് നമ്മളിത് ഏകദേശം വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു നടന്ന് ഇപ്പം മഴയൊന്നും വന്നിട്ടുണ്ട്. അപ്പോൾ വേഗത്തിൽ നമ്മൾ പോകാലോ എന്നുള്ള ഇതിലാണ് വേഗത്തിൽ വരുന്നേണ്ട. നോമി റെസ്റ്റോറൻറ്റിലുണ്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്ത്. ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് ചായക്ക് വെള്ളമൊക്കെ വാങ്ങാം. കഷ്ടപ്പാടുകളാണ്